ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. നമ്മളെ പൊട്ട് ചുടുന്ന പൊട്ടുംപാനിയാണ് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ഭാഗം പ്ലെയിനായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ പൊട്ടുംപാനിയുടെ മുകളിലായിട്ട് ഒരു ചാർട്ട് പേപ്പർ കോണായി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കടലക്കൊക്കെ പുതിന പോലത്തെ അങ്ങനൊരു കോണിലാണ് നമ്മളത് മടക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയുള്ള ഒരു പച്ചമാല ഇങ്ങനെ ചുറ്റി എടുത്തുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചുറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ആ ഒരു അടിഭാഗം വരെയും നമ്മളിത് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തയ്യാറാക്കിയെടുക്കുകയാണ്. പകുതി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ലിയമോൾ എടുത്തുങ്ങാണ്ട് ഡാൻസൊക്കെ കളി തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും നമുക്കിപ്പോൾ എന്തിനാണ് ഈ ക്രിസ്മസ് ട്രീ എന്നൊക്കെ. പക്ഷേ ഇത് നമുക്ക് പരീക്കുള്ളതല്ല കേട്ടോ. ഇത് ഉമ്മാക്ക് അംഗൻവാടിക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അവിടെ അംഗൻവാടിയിൽ കുട്ടികൾക്ക് പിന്നെ ക്രിസ്മസ് പാർട്ടിയും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്മസ് ട്രീയും അതേപോലെ തന്നെ ഒരു പുൽക്കൂടും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ട്രീ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ തൂക്കി കൊടുക്കുകയാണ്. ഇതിൻ്റെ കയ്യിലുള്ള ഇതുണ്ടല്ലോ, ഇത് കുറച്ച് വലിയ ബോളാണ്. അപ്പോൾ അത് എങ്ങനെ വെച്ചിട്ട് അതോട്ട് സൂട്ടാവണില്ല. അപ്പോൾ എന്തായാലും അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളമ്മ വെക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ലൈറ്റൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മളെ സാൻഡനെ അതിൻ്റെ അടുത്തൊന്ന് വെച്ച് അതേപോലെ തന്നെ ഒരു ഗിഫ്റ്റ് പൗച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കൂ എത്ര മനോഹരമാണെന്ന്, എന്തൊരു ക്യൂട്ടാണ്. എന്തൊരു അടിപൊളി. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല സന്തോഷം. ലൈറ്റൊക്കെ കെടുത്തിയിട്ട് ഇങ്ങനെ നോക്കി നോക്കുമ്പോണ്ടല്ലോ എന്തോ ഒരു ഭംഗിയാണെന്നറിയോ. ശരിക്കും നല്ലൊരു ക്രിസ്മസ് ട്രീയും അതേപോലെ തന്നെ ആ ഒരു നമ്മൾ പള്ളിയിലൊക്കെ കാണുന്ന അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ അംഗൻവാടിയിൽ പറഞ്ഞാൽ കൊച്ചു കുട്ടികളല്ലേ, അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എന്തായാലും നമ്മൾ ഈ കൂടുതൽ ആർഭാടങ്ങളൊന്നും കാണിക്കാതെ നമുക്കിങ്ങനെ സിമ്പിളായിട്ടുള്ളതൊക്കെ ചെയ്താലെന്താ വെച്ചാൽ നമുക്ക് പൈസ ഒരുപാട് കുറഞ്ഞു കിട്ടും, പണി ഒരുപാട് കുറഞ്ഞു കിട്ടും. ഇത് തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഇനി ഇതിന് നല്ലൊരു പുൽക്കൂടും കൂടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ വേറൊരു വീഡിയോയിൽ നമ്മൾ പുൽക്കൂടും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത് കാണിക്കൂട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ കൊച്ചു വീഡിയോസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വരുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ.